കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്ര ദുരന്തത്തിൽ സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. പേരമ്പ്ര കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും നാട്ടാന പരിപാലന ചട്ടപ്രകാരവും കേസെടുത്തതായി റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി രാഹുൽ കെ വി ചേർന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, ക്ഷേത്രത്തിലുണ്ടായത് വലിയ ദുരന്തമാണ്. പ്രദേശവാസികൾ തന്നെയായ 3 പേർക്കാണ് ആനയിടിഞ്ഞതിനെ തുടർന്ന് ജീവൻ നഷ്ടമായത്. വനം വകുപ്പ് നേരത്തെ തന്നെ അന്വേഷണം നടത്തി ക്ഷേത്ര ഭാരവാഹികൾക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയതാണ്. അതായത് നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടു. ക്ഷേത്ര പരിസരത്ത് അശ്രദ്ധമായാണ് പടക്കം പൊട്ടിച്ചത്. ഒപ്പം എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് ആനയ്ക്ക് ഇടച്ചങ്ങല ഇട്ടിരുന്നില്ല തുടങ്ങിയ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നതാണ്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടാണ് പേരാമ്പ്ര കോടതിയിൽ നൽകിയിട്ടുള്ളത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നാട്ടാന പരിപാലന ചട്ട പ്രകാരം കേസെടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. ക്ഷേത്ര ഭാരവാഹികൾ അതുപോലെ ആനയുടെ പാപ്പാന്മാർ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളാണ്. പീതാംബരനെന്നും ഗോകുലെന്നും പേരുള്ള ആനകൾ. പീതാംബരനാണ് ആദ്യം ഇടഞ്ഞ് ഗോകുലൻ ആനയെ കുത്തുന്നത്. തുടർന്ന് ആനകൾ ക്ഷേത്ര ഓഫീസ് കെട്ടിടത്തിന് മുകളിലേക്ക് കയറുകയും ആ കെട്ടിടം തകർന്നു വീണാണ് കൂടുതൽ ആളുകൾക്കും പരിക്ക് സംഭവിച്ചത്. അപ്പോൾ 2 ആനയുടെ പാപ്പന്മാരും ക്ഷേത്ര ഭാരവാഹികളെയും പ്രതികളാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. റിപ്പോർട്ടിലും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് അശ്രദ്ധമായി പടക്കം പൊട്ടിച്ചതും വേണ്ട വിധത്തിൽ ആനയ്ക്ക് ചങ്ങല ഉപയോഗിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്ന കാര്യം പരിഗണിക്കുന്നു എന്നുകൂടിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏതായാലും വ്യക്തമാക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണവും പുരോഗമിക്കുക തന്നെയാണ്. ഇനി മറ്റൊരിടത്തും ആനയെഴുന്നള്ളിപ്പിൻ്റെ ഭാഗമായി അപകടങ്ങൾ സംഭവിക്കാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങൾ വേണം എന്ന് പൊതു ആവശ്യം ഇതിനകം തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ വകുപ്പും നേരത്തെ തന്നെ വനം മന്ത്രിക്ക് അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. മന്ത്രിതലത്തിലേതായാലും ഈ ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പുതുതായി രൂപീകരിക്കുന്നതിന് അടിയന്തര യോഗം ഉടൻ തന്നെ ചേരും എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്.